സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ യൂണിറ്റ് സുരക്ഷിതമായി ഡിസ്അസംബ്ലിംഗ് ചെയ്യുന്നതിനുള്ള ഓരോ സ്റ്റെപ്പുകളുമായുള്ള ഇൻസ്ട്രക്ഷനുകളുടെ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. ഈ ആവശ്യ ഇലക്ട്രോണിക്കൽ കമ്പോണന്റിന്റെ ഇന്നർ വർക്കിങ്ങുകളെ നമുക്ക് വിശദമായി മനസ്സിലാക്കുകയും ചെയ്യാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ഡിസ്മാൻഡിൽ ചെയ്യാൻ വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ സെഷനുകൾ തിരിച്ചറിയൽ, വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ വിവിധ സെഷനുകളുടെ പ്രധാന കോമ്പോണന്റുകൾ കണ്ടെത്തൽ. ആദ്യം നമുക്ക് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്താണെന്ന് നോക്കാം. ഒരു സ്ഥിരതയുള്ള വോൾട്ടേജ് ഔട്ട്പുട്ട് ഉറപ്പാക്കാൻ ഇലക്ട്രിസിറ്റി ഫ്ലോ നിയന്ത്രിക്കുന്ന ഒരു ഡിവൈസാണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. പവർ സപ്ലൈയിലെ ഹാനികരമായ ഫ്ലക്ച്വേഷനുകൾക്ക് എതിരായ ഇലക്ട്രോണിക് എക്യുപ്മെന്റുകളുടെ പ്രൊട്ടക്ടറാണ് ഇത്. വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ പാർട്ടുകൾ. വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ പ്രധാന പാർട്ടുകൾ ഇവയാണ്: ട്രാൻസ്ഫോർമർ, സർക്യൂട്ട് ബോർഡ്, റിലേ, ട്രാൻസിസ്റ്റേഴ്സ്, ഇന്റഗ്രേറ്റഡ് ചിപ്സ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ്. ഇനി ഓരോ ഭാഗവും വിശദമായി നോക്കാം. ട്രാൻസ്ഫോർമർ. ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ ഹേർട്ടാണ് ട്രാൻസ്ഫോർമർ. ഇതിന് പ്രൈമറി, സെക്കൻഡറി എന്നീ 2 വൈൻഡിങ്ങുകൾ ഉണ്ട്. ആവശ്യമുള്ള ഔട്ട്പുട്ട് ലെവലുമായി പൊരുത്തപ്പെടുന്നതിന് ഇൻകമിംഗ് വോൾട്ടേജിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയോ ചെയ്യുന്നു. ട്രാൻസിസ്റ്ററുകൾ. വോൾട്ടേജ് സ്റ്റെബിലൈസറുകളിലെ ട്രാൻസിസ്റ്ററുകൾ വോൾട്ടേജ് റെഗുലേഷനും സ്വിച്ചിങ്ങും പോലുള്ള നിർണായക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവലിൽ കൃത്യമായ കൺട്രോൾ പ്രാപ്തമാക്കുകയും പവർ ഫ്ലോ കാര്യക്ഷമമായി ചെയ്യുകയും ചെയ്യുന്നു. സർക്യൂട്ട് ബോർഡ്. വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ ബ്രെയിനാണ് സർക്യൂട്ട് ബോർഡ്. സ്റ്റെബിലൈസറിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന വിവിധ ഇലക്ട്രോണിക് കോമ്പോണന്റുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതിൽ ഇനി പറയുന്ന പാർട്ടുകൾ ഉൾപ്പെടുന്നു: കൺട്രോൾ യൂണിറ്റ്, സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഡ്രൈവർ സർക്യൂട്ട്. റിലേ. ട്രാൻസ്ഫോർമറിലെ കറന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഇലക്ട്രോമാറ്റിക് സ്വിച്ചുകളാണ് റിലേസ്. അവ ഓട്ടോമാറ്റിക് സ്വിച്ചുകൾ പോലെ പ്രവർത്തിക്കുന്നു. സർക്യൂട്ട് ബോർഡിലെ ഡ്രൈവർ സർക്യൂട്ടിൽ നിന്നുള്ള സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റഡ് ചിപ്സ്. വോൾട്ടേജ് ലെവലുകൾ റെഗുലേറ്റ് ചെയ്യാനും സ്ഥിരപ്പെടുത്താനും വോൾട്ടേജ് സ്റ്റെബിലൈസറുകളിൽ സാധാരണയായി ചിപ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. ഈ ചിപ്പുകൾ സാധാരണയായി സ്റ്റെബിലൈസറിനുള്ളിലെ കൺട്രോൾ സർക്യൂട്ടറിയുടെ ഭാഗമാണ്. വോൾട്ടേജ് റെഗുലേറ്റർ. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ കൃത്യമായ റെഗുലേഷൻ ഉറപ്പാക്കാൻ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വോൾട്ടേജ് റെഗുലേറ്ററുകൾ പോലുള്ള ഡെഡിക്കേറ്റഡ് വോൾട്ടേജ് റെഗുലേറ്റർ കമ്പോണന്റുകൾ അടങ്ങിയിരിക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനലുകൾ. ഈ ടെർമിനലുകൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പവർ സപ്ലൈ ലൈനുകൾക്ക് കണക്ഷൻ പോയിന്റുകൾ, അതുപോലെ തന്നെ സ്റ്റെബിലൈസർ അത് സംരക്ഷിക്കുന്ന ലോഡിലേക്കോ എക്യുപ്മെന്റുകളിലേക്കോ കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ഡിസ്മാൻഡിൽ ചെയ്യാൻ ആവശ്യമായ ടൂൾസും എക്യുപ്മെന്റും ഏവയെന്ന് നോക്കാം. ഞങ്ങൾക്ക് ഇനി പറയുന്ന ടൂൾസും എക്യുപ്മെന്റും ആവശ്യമാണ്: ട്രെയിനി ടൂൾ കിറ്റ് 1 സെറ്റ്, പ്രോബുകളുള്ള DMM 1 നമ്പർ, ഇൻസ്ട്രക്ഷൻ മാനുവലുള്ള 500 വോൾട്ടേജ് സ്റ്റെബിലൈസർ 1 നമ്പർ. സ്റ്റെബിലൈസർ അതിന്റെ പ്രധാന കോമ്പോണന്റുകൾ കണ്ടെത്തുന്നതിനുള്ള ഡിസ്മാൻഡ്ലിംഗ് പ്രൊസീജിയറിലേക്ക് പോകാം. ആവശ്യമായ എല്ലാ ടൂൾസും എക്യുപ്മെന്റും അസംബ്ലിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അവ വർക്ക് ബെഞ്ചിൽ ജെന്റിലായും നീറ്റായും വയ്ക്കുക. സേഫ്റ്റി ടിപ്പ്: സ്ക്രാച്ചുകൾ ഉണ്ടാകാതിരിക്കാൻ റഫ് സർഫേസിൽ സ്റ്റെബിലൈസർ സ്ഥാപിക്കരുത്. സ്റ്റെബിലൈസർ ഇലക്ട്രിസിറ്റി പവർ സോഴ്സുമായി കണക്ട് ചെയ്തിട്ടില്ലേ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ സ്റ്റെബിലൈസർ അതിന്റെ സ്പെസിഫിക്കേഷനുകൾ, ഇൻഡിക്കേഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്ഷനുകൾ എന്നിവ ഒബ്സർവ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റെബിലൈസർ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറിലേക്ക് പോകാം. അതിനായി ആദ്യം മുകളിലെ കവർ നീക്കം ചെയ്യുന്നതിനുള്ള സ്ക്രൂകൾ തിരിച്ചറിയുകയും കണ്ടെത്തുകയും ചെയ്യുക. 2 തരം സ്ക്രൂകൾ ഉണ്ടാകും: സ്റ്റാർ സ്ക്രൂ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂകൾ. ഇപ്പോൾ ശരിയായ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച്
എതിർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അൺസ്ക്രൂ ചെയ്യുക. ആദ്യം 2 ത്രെഡുകൾ ലൂസ് ചെയ്യുക, തുടർന്ന് സ്ക്രൂകൾ റിമൂവ് ചെയ്യുക. ഇപ്പോൾ ടോപ്പ് കവർ സൗമ്യമായി സെപ്പറേറ്റ് ചെയ്യുക. സേഫ്റ്റി ടിപ്പ്: ചിലപ്പോൾ ചില ലോക്കുകൾ ഉണ്ടാകാം, അതിനാൽ ബലമായി നീക്കം ചെയ്യരുത്. നമുക്കിപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ എല്ലാ പ്രധാന കമ്പോണന്റുകളും കണ്ടെത്താം. ആദ്യം സ്റ്റെബിലൈസറിനുള്ളിൽ ട്രാൻസ്ഫോർമർ കണ്ടെത്തുക. ഇത് സാധാരണയായി സ്റ്റെബിലൈസറിന്റെ മധ്യഭാഗത്തോ ഒരറ്റത്തോ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രധാന വലിയ കോമ്പോണന്റാണ്. ഒന്നിലധികം വയർ വൈൻഡിങ്ങുകളുള്ള വലിയ ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ സിലിണ്ടർ സ്ട്രക്ചർ നോക്കുക. നിങ്ങൾക്ക് കാണാനാകുന്ന പോലെ ട്രാൻസ്ഫോർമറിന് പ്രൈമറി, സെക്കൻഡറി എന്ന് 2 വൈൻഡിങ്ങുകളുണ്ട്. അടുത്തതായി PCB സർക്യൂട്ട് ബോർഡ് കണ്ടെത്തും. ഇത് പലപ്പോഴും ട്രാൻസ്ഫോർമറിന് സമീപം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ സ്ക്രൂകളോ ക്ലിപ്പുകളോ ഉപയോഗിച്ച് ചേസിസിൽ ഉറപ്പിച്ചേക്കാം. PCBയിൽ റിലേകൾ, ട്രാൻസിസ്റ്ററുകൾ, ഡയോഡുകൾ, ഫ്യൂസുകൾ എന്നിങ്ങനെ വിവിധ ഇലക്ട്രോണിക് കമ്പോണന്റുകൾ ഉണ്ട്. സ്റ്റെബിലൈസറിലുള്ള ഏതെങ്കിലും റിലേകൾ കണ്ടെത്തുക. റിലേകളും സ്വിച്ചുകളും സാധാരണയായി ട്രാൻസ്ഫോർമറിനും സർക്യൂട്ട് ബോർഡിനും സമീപം സ്ഥിതി ചെയ്യുന്നു. അവിടെ അവയ്ക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാനും വിവിധ ഓപ്പറേഷണൽ സ്റ്റേറ്റ്സ് നിയന്ത്രിക്കാനും കഴിയും. ഇവ സാധാരണയായി ചെറിയ ചതുരാകൃതിയിലുള്ള വയറുകൾ കണക്ട് ചെയ്തിട്ടുള്ള ബോക്സുകളാണ്. വോൾട്ടേജ് റെഗുലേറ്റർ കമ്പോണന്റുകൾക്കായി നോക്കുക. ഇവയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ, ICs അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററുകൾ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്ററുകൾ പോലുള്ള ഡിസ്ക്രീറ്റ് കമ്പോണന്റുകൾ ഉൾപ്പെടാം. അടുത്തതായി നമ്മൾ ഡയോഡുകൾ കണ്ടെത്തും. സ്റ്റെബിലൈസർ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷനുകൾക്ക് സമീപം പലപ്പോഴും ഡയോഡുകൾ കണ്ടെത്താനാകും. കാഥോഡ് സൈഡ് സൂചിപ്പിക്കുന്ന സ്ട്രൈപ്പുള്ള ചെറിയ സാധാരണ സിലിണ്ടറിക്കൽ കമ്പോണന്റുകൾ നോക്കുക. ഇനി നമുക്ക് സെനർ ഡയോഡ് കണ്ടെത്താം. സെനർ ഡയോഡുകൾ സാധാരണയായി വോൾട്ടേജ് റെഗുലേഷൻ സെക്ഷന് സമീപം ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സെക്ഷനുകൾക്ക് തൊട്ട് സ്ഥാപിച്ചിരിക്കുന്നു. കാഥോഡ് സൈഡ് സൂചിപ്പിക്കുന്ന സ്ട്രൈപ്പുള്ള ചെറിയ സാധാരണ സിലിണ്ടറിക്കൽ കമ്പോണന്റുകൾ നോക്കുക. പലപ്പോഴും ZD അല്ലെങ്കിൽ Z എന്ന് അടയാളപ്പെടുത്തിയ ശേഷം ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ കണ്ടെത്തുക. അടുത്തതായി നമ്മൾ കപ്പാസിറ്ററുകൾ കണ്ടെത്തും. കപ്പാസിറ്ററുകൾ സാധാരണയായി ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷനുകൾക്ക് സമീപം കാണപ്പെടുന്നു. കപ്പാസിറ്റൻസും വോൾട്ടേജ് റേറ്റിംഗും സൂചിപ്പിക്കുന്ന അടയാളങ്ങളോടുകൂടിയ ചെറിയ സിലിണ്ടർ അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ള കമ്പോണന്റുകളായി അവ ദൃശ്യമാകുന്നു. റെസിസ്റ്ററുകൾ സ്റ്റെബിലൈസറിന്റെ കമ്പോണന്റുകളിലൂടെ ഒഴുകുന്ന കറന്റ് പരിമിതപ്പെടുത്താൻ റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. വോൾട്ടേജ് കൺട്രോൾ സർക്യൂട്ടുകളിലെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കുകളിലൂടെ ഇന്റഗ്രൽ കോമ്പോണന്റ്സ് ആണ് റെസിസ്റ്ററുകൾ. ഓപ്പറേഷണൽ ആംപ്ലിഫയറുകൾ അല്ലെങ്കിൽ മറ്റ് കൺട്രോൾ സർക്യൂട്ടുകളുടെ ഗെയിനും സ്റ്റെബിലിറ്റിയും അവ നിർണ്ണയിക്കുന്നു. ഇന്റഗ്രേറ്റഡ് ചിപ്സ് വോൾട്ടേജ് ലെവലുകൾ റെഗുലേറ്റ് ചെയ്യാനും സ്ഥിരപ്പെടുത്താനും വോൾട്ടേജ് സ്റ്റെബിലൈസറുകളിൽ ചിപ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. ഈ ചിപ്പുകൾ സാധാരണയായി സ്റ്റെബിലൈസറിനുള്ളിലെ കൺട്രോൾ സർക്യൂട്ടറിയുടെ ഭാഗമാണ്. അടുത്തതായി നമ്മൾ ഇൻഡിക്കേറ്ററുകൾ കണ്ടെത്തും. വോൾട്ടേജ് സ്റ്റെബിലൈസറിലെ ഇൻഡിക്കേറ്ററുകൾ സാധാരണയായി ഫ്രണ്ട് പാനലിലോ കൺട്രോൾ സെഷനിലോ സ്ഥിതി ചെയ്യുന്നു. പവർ ഇൻപുട്ട്, ഔട്ട്പുട്ട്, വോൾട്ടേജ് ലെവലുകൾ, ഓവർലോഡ് കണ്ടീഷൻസ് എന്നിവ പോലുള്ള സ്റ്റെബിലൈസറിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് അവർ വിഷ്വൽ ഫീഡ്ബാക്ക് നൽകുന്നു. അടുത്തതായി നമ്മൾ ഔട്ട്പുട്ട് സോക്കറ്റ് ടെർമിനൽ കണ്ടെത്തും. സ്റ്റെബിലൈസ്ഡ് പവർ ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് അപ്ലയൻസസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇത് സാധാരണയായി മൾട്ടിപ്പിൾ സോക്കറ്റുകളുടെ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു ഒറ്റ ഔട്ട്ലെറ്റ് ആണ്. അവസാനമായി ഇൻഡിക്കേറ്റർ ലൈറ്റുകൾക്കോ
നോബുകൾക്കോ സ്വിച്ചുകൾക്കോ വേണ്ടി സ്റ്റെബിലൈസറിന്റെ പുറംഭാഗവും ഉൾഭാഗവും ഒബ്സർവ് ചെയ്യുക. ഈ കോമ്പോണന്റുകൾ യൂസർമാർക്ക് സ്റ്റെബിലൈസറിന്റെ സ്റ്റാറ്റസ് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നു. ഇത് ഫ്രണ്ട് പാനലിൽ സ്ഥിതി ചെയ്യാം, അല്ലെങ്കിൽ PCBയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കാം. എല്ലാ കോമ്പോണന്റുകളും കണ്ടെത്തിയ ശേഷം സ്റ്റെബിലൈസറിന്റെ ടോപ്പ് കവർ ശ്രദ്ധാപൂർവം മാറ്റി സ്ക്രൂകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക. എല്ലാ കോമ്പോണന്റുകളും ശരിയായി അലൈൻ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. സ്ക്രൂകൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് വയറുകളോ കേബിളുകളോ ഞെരുങ്ങിപ്പോയിട്ടില്ലെന്നും ഉറപ്പാക്കുക. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ഡിസ്മാൻഡിൽ ചെയ്യാൻ, വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ സെഷനുകൾ തിരിച്ചറിയാൻ, വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ വിവിധ സെക്ഷനുകളുടെ പ്രധാന കമ്പോണന്റുകൾ കണ്ടെത്താൻ. ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.